നന്മയുടെ ഈ റംദാൻ നാളുകളിൽ വ്രതശുദ്ധിയുടെ പകലുകൾ പടികടന്നപ്പോൾ ഗസൽ പൂക്കുന്ന രാവുമായി ഞാൻ പ്രണവ് മധു വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക്. മനസ്സിൽ നന്മയും ശരീരത്തിൽ ശുദ്ധിയും പ്രാർത്ഥനാനിർഭരമായ മനസ്സുമായി ഒരു ജനത കടന്നു പോകുന്ന പുണ്യ റംദാൻ. നമ്മൾ ഗസലിൻ്റെ ഈണങ്ങളുമായി ഈ രാവിൽ ഞാനും നിങ്ങളും. ഏവർക്കും ഗസൽ നിലാവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് ഗസലുകളെക്കുറിച്ച്, ഒരുപാട് പാട്ടുകളെക്കുറിച്ച്, പാട്ടിൻ്റെ വഴികളെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചും കടന്നുപോയി. ഗസലുകളിൽ വിഷയങ്ങളാകുന്ന ഒരുപാട് കൗതുകകരമായ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ മുൻ എപ്പിസോഡുകളിൽ വിശേഷങ്ങളായി പങ്കുവച്ചു. മറക്കില്ല നിന്നെ മരിക്കും വരെ. ഗസലിന് പ്രണയം മാത്രമാണോ വിഷയം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഗസലിൽ പ്രണയമാണ് കൂടുതൽ വിഷയമാകുന്നത് എന്നാണ് അതിന് ഉത്തരം നൽകാൻ കഴിയുക. പ്രണയവും അതിൻ്റെ അനുബന്ധമായി വരുന്ന എല്ലാ ഭാവതലങ്ങളും ഗസലുകളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുണ്ട്. കവിതയിൽ ഈണം ഒളിപ്പിച്ചു വച്ചേക്കുന്നത് പോലെ ആ ഈണം നിറഞ്ഞ കവിതയിൽ പ്രണയവും പ്രണയ നൊമ്പരങ്ങളും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് ഓരോ കവികളും. മറക്കില്ല നിന്നെ മരിക്കും വരെ, നീ പറഞ്ഞോ അന്നൊരിക്കൽ, ഓർമ്മയുണ്ടോ എല്ലാം ഓർക്കുവാനായി നിൻ ജീവനുണ്ടോ, ആർക്കായി ജീവിപ്പുണ്ടോ. ഇവിടെ പ്രണയത്തിൻ്റെ ഒരു നഷ്ടമാണ് ഇതിൽ ഓർമ്മപ്പെടുത്തുന്നത്. പ്രണയിനി എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയാൽ, വേർപെട്ടു പോയാൽ, യാത്ര ചൊല്ലിപ്പോയാൽ അവശേഷിക്കുന്ന ചില മൊഴിമുത്തുകളുണ്ട് മനസ്സിൽ. നീ ഏത് ലോകത്ത് ജീവിച്ചാലും, ആർക്കോ വേണ്ടി ജീവിച്ചാലും, അല്ലെങ്കിൽ ഇതൊക്കെ ഓർക്കുവാൻ വേണ്ടി നീ ജീവിക്കുന്നുണ്ടോ എന്ന സന്ദേഹം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്താണ്? മറക്കില്ല നിന്നെ മരിക്കും വരെ എന്ന ആ വാചകം. മറക്കില്ല നിന്നെ മരിക്കും വരെ, നീ പറഞ്ഞോ അന്നൊരിക്കൽ, ഓർമ്മയുണ്ടോ മറക്കില്ല നിന്നെ മരിക്കും വരെ, നീ പറഞ്ഞോ അന്നൊരിക്കൽ, ഓർമ്മയുണ്ടോ എല്ലാം ഓർക്കുവാനായി നിൻ ജീവനുണ്ടോ, ആർക്കായി ജീവിപ്പുണ്ടോ. മറക്കില്ല നിന്നെ മരിക്കും വരെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിപുലമായ സംഗീത ശാഖയുടെ ഒരോരം ചേർന്നൊഴുകുന്ന പുതുവഴിയാണ് മലയാളം ഗസലുകൾ. ഗസലുകളുടെ പാരമ്പര്യം വളരെ ബൃഹത്താണ്. ഏത് സംഗീതവും ഏത് സംഗീത ശാഖയും ഏത് സംഗീത രീതികളും ഉൾക്കൊള്ളുന്നവരാണ് സംഗീതാസ്വാദകർ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. സംഗീതത്തിന് ഭാഷയില്ല. അതുകൊണ്ട് തന്നെ സംഗീതത്തിൻ്റെ എല്ലാ വശങ്ങളും നമ്മളെ സ്വാധീനിക്കാറുണ്ട്. സംഗീതത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നന്മകളും അംശങ്ങളും നമ്മളെ സ്വാധീനിക്കാറുണ്ട്. മലയാളം ഗസലിൻ്റെ പുതുവഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. പുതുതായിട്ട് കേൾക്കുന്ന വരികളും പുതിയ ഈണങ്ങളുമായി ഞാൻ
ഈ ഗസൽ നിലാവിൽ ഞങ്ങളോടൊപ്പം ചേർന്നപ്പോൾ നിങ്ങൾ നൽകിയ ഊർജം. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ സർ, നമസ്കാരം. ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ബിന്ദു ആണ് സംസാരിക്കുന്നത്. ബിന്ദു, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോണു സർ. പ്രോഗ്രാം വളരെ നന്നാവുന്നുണ്ട്. ആണല്ലേ, സന്തോഷം. ബിന്ദു എവിടെയാണ് യുഎഇയില്? ദുബായിലാണ്, അൽനാദയിലാണ് താമസം. ഓക്കെ. ബിന്ദു ഒരുപാട് നാളായിട്ട് ദുബായിൽ ജീവിക്കുന്ന ആളാണോ? ഗസല് ഞാൻ കേൾക്കാറുണ്ട്. അതെ അല്ലേ? അല്ല, ഞാൻ ദുബായിൽ ഒരുപാട് നാളായിട്ട് ജീവിക്കുന്ന ആളാണോ ബിന്ദു? അതെ അതെ, ഞാനൊരു 18 വർഷം. ഓ, അത് ശരി. ഞാൻ ചോദിക്കാൻ കാരണം, നമ്മൾ ഒക്കെ പ്രത്യേകിച്ചും പ്രവാസികൾ, നമ്മൾ സാധാരണ മലയാളികളെ അപേക്ഷിച്ച് പാട്ടുകൾ ഒരുപാട് കേൾക്കുന്നവരാണ്. അപ്പോൾ ഈ നമ്മൾ കൂടുതൽ സിനിമാ പാട്ടുകളാണ്. പുതിയൊരു ഗസലുകളൊന്നും നമുക്കറിയാം, നമ്മൾ ഗസലിന്റെ ഒക്കെ ആരാധകരാണ്. എന്നാൽ മലയാളം ഗസലുകളെന്ന ഈ ഒരു പരിപാടിയെ കുറിച്ച് എന്താണ് ബിന്ദുവിന്റെ അഭിപ്രായം? മലയാളം ഗസൽ ഞാൻ അധികം കേൾക്കാറില്ല, കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗസൽ നിലാവ് എന്നുള്ളൊരു പ്രോഗ്രാം. ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം ബിന്ദു അങ്ങനെ കേൾക്കുന്നതിൽ. കാരണം ഒരു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളിന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടിന്റെ വരികളും ഈണവും മനസ്സിലേക്ക് എത്തുന്നു, ഇഷ്ടപ്പെടുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അഭിപ്രായമൊക്കെ എന്നെപ്പറ്റി കലാകാരന് വളരെ ഊർജ്ജം നൽകുകയാണ്. ബിന്ദു നാട്ടിലെവിടെയാണ്? നല്ല പ്രോഗ്രാം ആണ്. ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സത്യത്തിൽ. വളരെ സന്തോഷം ബിന്ദു, വളരെ സന്തോഷം വിളിച്ചതില്. ബിന്ദു നാട്ടിലെവിടെയാ? നാട്ടില് ഞാൻ കണ്ണൂരാണ്. ഓക്കെ ഓക്കെ. എന്തായാലും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വിളിക്കട്ടെ. വിളിച്ചതിൽ വളരെ സന്തോഷം ബിന്ദു. ഓക്കെ സാർ, എനിക്ക് സാറിന്റെ ഒരു മലയാളം ഗസല് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പാടി തുടങ്ങി. തീർച്ചയായിട്ടും ഞാൻ ഒരു ഗസലിന്റെ 4 പേര് പാടിയിട്ട് നിന്നപ്പോഴേ കോൾ വന്നു. തീർച്ചയായിട്ടും ഞാൻ ബിന്ദുവിന് വേണ്ടി വീണ്ടും കേൾപ്പിക്കാം. ബിന്ദുവിനും ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാൻ കേൾപ്പിക്കാം. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കുക, വീണ്ടും പരിപാടി കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. ബിന്ദു പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ബിന്ദുവിനെ പോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു നമ്മൾ ഏതെങ്കിലും പുതുവഴി തേടുമ്പോഴോ പുതിയ ആശയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴോ നമുക്കൊരു പ്രചോദനമാകുക. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിച്ച് തുടങ്ങിയതിനേക്കാളും ഇപ്പോൾ 10 മടങ്ങ് ഒരു ഉത്തേജനം, ഊർജം, ആത്മവിശ്വാസമൊക്കെ കൂടിയിട്ടുണ്ട്. കാരണം ഓരോരുത്തർ ഈ ഒരു കോൾ കിട്ടുന്ന ഒരു സംതൃപ്തി അതാണ്. മറക്കില്ല നിന്നെ മരിക്കും വരെ നീ പറഞ്ഞു. ഹലോ 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 ഹലോ, നമസ്കാരം. ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സന്തോഷ്. നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഈ ഗസൽ നിലാവ് കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടല്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടോ പ്രോഗ്രാം? അതെയോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ ഒരു ഇവിടുത്തെ സംബന്ധിച്ച് പുതിയൊരു പ്രോഗ്രാമാണ് ഇങ്ങനൊരു പ്രോഗ്രാം. ഗസലുകൾ നമ്മൾ പ്രോഗ്രാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്, അനുഭവിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ മലയാളം ഗസലിന്റെ വഴിയിൽ ഗസൽ നിലാവുന്ന ഒരു പ്രോഗ്രാം പുതുമയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ അഭിപ്രായത്തിന് വളരെ വിലമതിക്കുന്നുണ്ട് ഞങ്ങൾ, NTVയും ഞാനും ഒക്കെ. ഓക്കെ ഓക്കെ. വളരെ സന്തോഷം ഇങ്ങനെ പറഞ്ഞതില്. സന്തോഷ്, അല്ലാതെ പാട്ടുകൾ ആസ്വദിക്കുന്ന കൂടുതൽ ഗസലുകൾ ആസ്വദിക്കുന്ന ആളാണോ? ഓക്കെ. സന്തോഷ് നാട്ടിലെവിടെയാ? നെടുമ്പാശ്ശേരി. എയർപോർട്ടിനടുത്താണല്ലേ? ആണോ? അപ്പോൾ നാട്ടിൽ പോകുമ്പോ എയർപോർട്ടിൽ ഇറങ്ങിയാൽ നടന്നു പോകണത് വരെ ഉള്ളോ വീട്ടിലേക്ക്? ഓ, അപ്പൊ പറഞ്ഞിറങ്ങിയാൽ പെട്ടെന്ന് വീട്ടിലെത്താം അല്ലേ? വളരെ സന്തോഷം വിളിച്ചതിൽ. സന്തോഷം പാടുന്ന ആളാണോ? ഗസലൊക്കെ പാടുവോ? എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ ഓരോ വിളിയും നമ്മൾക്ക് വളരെ ഊർജം തരുന്നുണ്ട്, പ്രോത്സാഹനം തരുന്നുണ്ട്. ഗസൽ നിലാവ് മുടങ്ങാതെ ഗസൽ നിലാവ് മുടങ്ങാതെ കാണുക, കേൾക്കുക. വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. മറക്കില്ല നിന്നെ മരിക്കും വരെ നീ പറഞ്ഞു അന്നൊരിക്കൽ ഓർമ്മയുണ്ടോ? നീ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കുന്നുണ്ടോ?
ഇത് ഓർക്കാൻ വേണ്ടിയെങ്കിലും നീ ജീവിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ, ഓർമ്മയുണ്ടോ, എല്ലാം ഓർക്കുവാനായി നിൻ ജീവനുണ്ടോ, ആർക്കായി ജീവിപ്പുണ്ടോ? ആ പ്രണയത്തിന്റെ ഒരു കാഠിന്യം അതിനറിയാം. നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ നിനക്ക് വേണ്ടിയാവില്ല, ആർക്കെങ്കിലും വേണ്ടിയാകാം എന്നാണ് അതിനകത്തുള്ളത്. കാലത്തിൻ കൈവഴിപ്പാതയിലൊത്തിരി കാതം നടന്നു ഞാനേകനായി. കാലത്തിൻ്റെ ഏതോ ഇടവഴിയിൽ വെച്ച്, ഏതോ നടുവഴിയിൽ വെച്ച് നമ്മൾ രണ്ടായി പിരിഞ്ഞു. നീ എവിടെ പോയെന്ന് എനിക്കറിയില്ല. കാതങ്ങളോളം ഞാൻ നടന്നു, ഒറ്റയ്ക്കായിരുന്നു. കാലത്തിൻ കൈവഴിപ്പാതയിലൊത്തിരി കാതം നടന്നു ഞാനേകനായി. ഹലോ 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 ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാണ്? സാർ, രാജീവാണ്. രാജീവ്, നമസ്കാരം. എന്തുണ്ട്? നമസ്കാരം. സുഖമാണോ? സുഖമാണ് സാർ. സുഖമാണ്. എന്തൊക്കെയാ, നമുക്ക് ഗസൽ നിലാവെന്ന പരിപാടി ഇഷ്ടാവുന്നുണ്ടോ? നമ്മുടെ ഇതിന്റെ വലിയൊരു ആരാധകനാണ്. അതെയോ? കോഴിക്കോടാണ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി കാത്തു നിൽക്കാറ്. ഓ, വളരെ സന്തോഷം സന്തോഷം. ഗസലുകൾ ആരാധകനാണ്. അതുപോലെ തന്നെ മലയാളം ഗസലുകളോട് പ്രത്യേക ഇഷ്ടം എന്തെങ്കിലും ഉണ്ടോ? മുംബൈന്റെ ഷാബാസിന്റെ ഒക്കെ കുറെ കേൾക്കാറുണ്ട്. ഓ, അപ്പോൾ തീർച്ചയായിട്ടും മലയാളം ഗസലുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ഈ ഗസലിന്റെ പ്രത്യേകത രാജീവ്, ഈ ഗസലുകൾ ഇപ്പോൾ വളരെ മനോഹരമായി മുംബൈയും ഷഹാസ് അമ്മനൊക്കെ പാടുന്നെങ്കിലും എൻ്റെ ഗസലുടെ ഒരു വഴി ഇത് ഞാൻ തന്നെ രചനയും സംഗീതവും നിർവഹിക്കുന്ന ഒരു ഗസലുകളാണ്, സംഗീത വഴിയാണ്. ഒരു പ്രത്യേകത ഇതിനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായത്തെ വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് ഞാൻ സ്വീകരിക്കുന്നത്. സാറിന് നമ്മൾ അറിയില്ലായിരുന്നു. സാറിപ്പോ ഈ പ്രോഗ്രാം തുടങ്ങിയ വെച്ചാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞത്. ഓ, ശരി ശരി, വളരെ സന്തോഷം. അപ്പൊ അതിനൊരു എന്നെ ഇങ്ങനെ അറിയാൻ ഈ ഒരു പ്രോഗ്രാം ഇടയായതിൽ വളരെ സന്തോഷിക്കുന്നു ഞാൻ. ഒരു കലാകാരന് ആവശ്യം വേണ്ടത് ഇത്തരം അറിവുകളാണ്. മറ്റൊരാൾ നമ്മളെ കുറിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ കല അവിടെ സാക്ഷാത്കരിക്കപ്പെടുക. അപ്പൊ എന്തായാലും നമുക്ക് പ്രവാസികൾക്കൂടെ വന്നതിന് ശേഷം ഏറ്റവും നഷ്ടപ്പെടുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ നഷ്ടങ്ങളെ അറിഞ്ഞ് നികത്തുക എന്നുള്ളൊരു ഉദ്യമം കൂടി NTV ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടിക്ക് NTV അതിനു വേണ്ടി മുൻകൈ എടുത്തത്. അപ്പൊ നിങ്ങളുടെ അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പൊ അതും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഗസലുകൾ ഇത് എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിലും ചിലപ്പോൾ സ്പെഷ്യൽ ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാവും. റംസാൻ തീരുന്ന നാളുകൾ വരെ ഈ പ്രോഗ്രാം ഉണ്ടാവും. എന്തായാലും എല്ലാ ദിവസവും കേൾക്കുക, ഇങ്ങനെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുക, സുഹൃത്തുക്കളോട് പറയുക ഈ ഒരു പുതിയ പരിപാടിയെ കുറിച്ച്. ഗസൽ നിലാവിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. രാജീവിനും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഗസൽ നിലാവിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ.